بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين والصلاة والسلام الأتمان الأكملان على خاتم رسل الله أجمعين وعلى آله وصحابته غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും ആദരവുകളും അതനിവാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവനും ആദരിച്ചവനുമാണ് ഇഹത്തിലും പരത്തിലും ഭാഗ്യവാൻ. അല്ലാഹു അനാദരിച്ചവർ ഇരു ലോകത്തും നഷ്ടക്കാരും പരാജിതരുമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. മൻ അഷ്ഖൽ അവ്വലീൻ, പൂർവികരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ, ദൗർഭാഗ്യവാൻ ആരാണ്? അതിനുള്ള പ്രതികരണം ആഖിറുന്നാഖ, ഒട്ടകത്തെ അറുത്തവനാണ്. അപ്പോൾ അടുത്ത ചോദ്യം വമൻ അഷ്ഖൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ ആരാണ് ഏറ്റവും ഭാഗ്യം കെട്ടവൻ? അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നൽകിയ മറുപടി, ഈ ചോദ്യം അലി ഇബ്നു അബി താലിബിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത് ഖാതിലുക്, നിങ്ങളെ വധിക്കുന്നവനായിരിക്കും എന്നുള്ളതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാർക്ക് അദ്ദേഹം വധിക്കപ്പെടുന്ന സ്ഥലം കാണിക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹുവിൽ നിന്നുള്ള
അപമാനവും നിന്ദ്യതയും പിടിച്ചു വാങ്ങിയ 2 പേരെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന് പൂർവികരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവനാണ്. ഒട്ടകത്തെ അറുത്ത വ്യക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തമായ ഒട്ടകത്തെ അറുത്ത ഖുദാർ ഇബ്നു സാലിഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരു മനുഷ്യൻ സ്വന്തത്തെ ദുഷിപ്പിച്ചാൽ അവൻ തികഞ്ഞ പരാജിതനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആണയിട്ട് സത്യം ചെയ്ത് പറഞ്ഞ ആ യാഥാർത്ഥ്യത്തിന് അള്ളാഹു സ്വന്തത്തെ നശിപ്പിച്ച ദുഷിപ്പിച്ച വ്യക്തിക്കുള്ള ഉദാഹരണമായിട്ടാണ് ഈ ഖുദാർ ഇബ്നു സാലിഫ് എന്ന വ്യക്തിയെ ഉണർത്തിയിട്ടുള്ളത്. സൂറത്തു ശംസ് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ വശംസി വദുഹാഹ വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ശാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർദി വമാ ത്വഹാഹ വനഫ്സിൻ വമാ സവ്വാഹ. 12 സത്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർച്ചയായി 12 സത്യങ്ങൾ നിർവഹിക്കുകയാണ്. ഇത്രയേറെ സത്യം ചെയ്തൊരു വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തും ഒരു വിഷയം സ്ഥിരീകരിച്ചിട്ടില്ല. ആണയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഷയം സമർത്ഥിച്ചിട്ടുമില്ല. സൂര്യനെ കൊണ്ട്, സൂര്യനെ തുടർന്നുള്ള ദുഹാ സമയത്തെ കൊണ്ട്, അതേപോലെ തന്നെ ചന്ദ്രനെ കൊണ്ട്, രാവിനെ കൊണ്ട്, പകലിനെ കൊണ്ട്, ആകാശത്തെ കൊണ്ട്, ഭൂമിയെ കൊണ്ട്, ഇങ്ങനെ 12 സത്യങ്ങൾ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികരിച്ച ഈ സത്യങ്ങൾ നിർവഹിച്ച് സ്ഥിരീകരിച്ച വിഷയം ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. മനുഷ്യനെ സംസ്കരിച്ചവൻ വിജയിച്ചു. വഖദ് ഖാബ മൻ ദസ്സാഹ, മനുഷ്യ മനസ്സിനെ ദുഷിപ്പിച്ചവൻ അവൻ നിരാശപ്പെട്ടു, നഷ്ടത്തിലായി, ഇച്ഛാഭംഗപ്പെട്ടു. ഇതാണ് അള്ളാഹു സത്യം ചെയ്ത് ഉണർത്തുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തം ശരീരത്തെ നശിപ്പിച്ച ദുഷിപ്പിച്ച ഒരു വ്യക്തിയുടെ ഉദാഹരണം തുടർന്ന് കൊടുക്കുമ്പോൾ ഒട്ടകത്തെ അറുത്ത ഈ നീചൻ്റെ ഉദാഹരണമാണ് എടുത്തു കൊടുക്കുന്നത്. കദ്ദബത് സമൂദ് ബിതഖ്വാഹ ഇദ് ഇൻബഅസ അഷ്ഖാഹ. സമൂദ് അതിൻ്റെ അതിക്രമം കാരണത്താൽ കളവാക്കി. ഇദ് ഇൻബഅസ അഷ്ഖാഹ, സമൂദ് ഗോത്രത്തിലെ ഏറ്റവും ദൗർഭാഗ്യവാൻ, ഭാഗ്യം കെട്ടവൻ, അപമാനിതൻ, അവൻ ഇറങ്ങി പുറപ്പെട്ട സന്ദർഭം. ഫഖാല ലഹും റസൂലുള്ളാഹ് നാഖത്തല്ലാഹി വസുഖിയാഹ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, അതിൻ്റെ പാനീയമാണ്, അല്ലെങ്കിൽ പാനസ്ഥലമാണ്, അതിൻ്റെ പാനീയമാണ്. പക്ഷേ ഫക്കദ്ദബൂഹു ഫഅഖറൂഹ, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ കളവാക്കി, അവർ ഒട്ടകത്തെ അറുക്കുകയുണ്ടായി. ഒട്ടകത്തെ അറുത്തത്, ഒട്ടകത്തിൻ്റെ കാല് വെട്ടി മുറിച്ച് പിന്നീട് അതിനെ കൊല്ലുകയാണ് ചെയ്തത്, നീചമായ നിലക്ക്. അറുത്തത് ഒരു വ്യക്തി, ഖുദാർ ഇബ്നു സാലിഫ് എന്ന് പറയപ്പെടുന്ന ചരിത്രത്തിലെ അയാൾക്ക്. ആ അറിവിന് എല്ലാവരും കൂട്ടുകൂടിയത് കാരണത്താലാണ്, അല്ലെങ്കിൽ അതിന് റാൻ മൂളികളായത് കാരണത്താലോ അതിന് സഹായികളായത് കാരണത്താലാണ് എല്ലാവരിലേക്കും അതിനെ ചേർത്ത് പറഞ്ഞത്. അതില്ല എങ്കിൽ ഫനാദൗ സ്വാഹിബഹും ഫതആത ഫഅഖർ. ഈ ഖുദാർ ഇബ്നു സാലിഫിനെ ആ സമൂദ് ഗോത്രം വിളിച്ചു. അങ്ങനെ അവനാണ് ഒട്ടകത്തെ അറുക്കുകയുണ്ടായത്. ആ ഒട്ടകത്തെ മോശമായി സ്പർശിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാണ് ഈ അത്ഭുത ദൃഷ്ടാന്തം അല്ലാഹു സമൂദ് ഗോത്രത്തിന് നൽകിയത്. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നുബുവത്തിൻ്റെ ദൃഷ്ടാന്തമായി. ഫലാ തമസ്സുഹാ ബിസൂഇൻ, മോശമായി സമീപിക്കരുതേ, സ്പർശിക്കരുതേ എന്ന് പറഞ്ഞ്
അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ട് നൽകിയ ഒട്ടകത്തെ അവർ വളരെ മോശമായ രീതിയിലാണ് കൈകാര്യം ചെയ്തത്. അത് കാരണത്താൽ പൂർവ്വകാലത്തുള്ളവരിൽ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ആര്? ആ വ്യക്തി ഈ ഒട്ടകത്തെ അറുത്ത വ്യക്തിയാണ്. ചരിത്രത്തിൽ അയാൾക്ക് പറയപ്പെടുന്ന പേര് ഖുദാർ ഇബ്നു സാലിഫ് എന്നാണ്. പിൽക്കാലക്കാരിൽ അലിയിൻ്റെ ഘാതകനാണ്. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ച ദുഷ്ടൻ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ഭീകരനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അലിയിനെ വധിക്കുമ്പോൾ അത് ചതിപ്രയോഗത്തിലൂടെയാണ്. ഫജ്ർ നമസ്കാരത്തിന് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ഇരുളിൻ്റെ മറവിൽ ഉഷം കാലത്ത് തൻ്റെ കുടുംബക്കാരെ അസ്വല അസ്വല എന്ന് പറഞ്ഞ് ഫജ്ർ നമസ്കാരത്തിന് വിളിച്ചുണർത്തി, ആളുകളെ ഫജ്ർ നമസ്കാരത്തിന് ഉണർത്തി. ഇസ്ലാമിൻ്റെ ഖലീഫ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു വരികയാണ് കൂഫയിലെ പള്ളിയിലേക്ക്. അങ്ങനെ ഇരുളിൻ്റെ മറവിൽ നിന്നുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം 40 വർഷമായി താൻ കരുതി വച്ചിരുന്ന കടാര കൊണ്ട് അലി റളിയല്ലാഹു തആലാന്റെ തലക്ക് വെട്ടി അദ്ദേഹത്തിൻ്റെ തല പിളർത്തി തള്ളിയിടുന്നത്. ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം അവന് അലിയാരുടെ സ്ഥാനമറിയാം. അഹ്ലുൽ ബൈത്തിൽ ഒരു മെമ്പറും പ്രധാനിയുമാണ് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്തുണ്ട്. എന്താണ് വസിയ്യത്ത്? ഉദക്കിറുകുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി. നബി കുടുംബത്തിൻ്റെ വിഷയത്തിൽ നിങ്ങളോട് ഞാൻ അള്ളാഹുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ യാത്രയാകുന്നത് എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തിനുള്ള സ്ഥാനം അത് ബോധ്യപ്പെടുത്തി യാത്രയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ മെമ്പർ മാത്രമല്ല അലിയാരെ സംബന്ധിച്ചിടത്തോളം വൈയക്തികമായി അദ്ദേഹത്തിനുള്ള ശ്രേഷ്ഠതകൾ, മഹത്വങ്ങൾ, അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ. റജുലു യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അല്ലാഹുവിൻ്റെ റസൂലും ഇഷ്ടപ്പെടുന്ന കഥാപാത്രം, വ്യക്തിത്വം. യുഹിബ്ബുല്ലാഹ വറസൂല, അല്ലാഹുവേയും അല്ലാഹുവിൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വം. അലിയും ഫിൽ ജന്ന, അലി സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സുവിശേഷം പറഞ്ഞ വ്യക്തിത്വം. അമാ തർല അൻ തകൂന ബിമൻസിലത്തി ഹാറൂൻ മിൻ മൂസ, മൂസായുടെ അടുക്കൽ ഹാറൂനുള്ള സ്ഥാനം അതെന്താണോ അത് എൻ്റെ അടുക്കൽ നിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച് ആദരിച്ച വ്യക്തിത്വം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. ആ അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന ദുഷ്ടൻ 40 നാളായിട്ട് കൊല്ലാൻ നിയ്യത്ത് ചെയ്ത് അതിന് അവസരം പാർത്ത് തക്കം നോക്കി നടക്കുന്നത്. കൂഫയിലെ പള്ളിയിലേക്ക് ഫജ്റിന് വരുമ്പോൾ ധീരനായ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഇരുളിൻ്റെ ശക്തി, ഇരുളിൻ്റെ മറവിൽ വെച്ച് ആക്രമിക്കുകയായിരുന്നു. അതിൽ വീണാണ് പിന്നീട് അലി റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. പിൽക്കാലക്കാരിൽ ഈ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം ഏറ്റവും അനാദരണീയൻ, ഭാഗ്യം കെട്ടവൻ എന്ന് വിധിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം നന്നേ വ്യക്തമാണ്. അലിയാരുടെ മഹത്വത്തിൽ, സ്ഥാനത്തിൽ ഇത്രയധികം വിഷയങ്ങൾ പറയപ്പെട്ടിട്ടും എന്തുകൊണ്ട് അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിൻ്റെ കണ്ണ് തുറന്നില്ല? തിരുനബി പറഞ്ഞ അനാദരണീയൻ, പിൽക്കാലക്കാരിലെ ഏറ്റവും ഭാഗ്യദോഷി, അത് താനാകുമല്ലോ എന്ന ഒരു ഭീതി എന്തുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമിൽ ഉടലെടുത്തില്ല? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വമൻ യുഹ്നില്ലാഹ് ഫമാ ലഹു മിൻ മുക്രിം ഇന്നല്ലാഹ യഫ്അലു മാ യശാ. വമൻ യുഹ്നില്ലാഹ്, ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അപമാനിച്ചാൽ ഫമാ ലഹു മിൻ മുക്രിം, പിന്നെ അവനെ ബഹുമാനിക്കാൻ യാതൊരാളും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. ഒരു മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനം കെടുത്തിയാൽ, അപമാനിച്ചാൽ
പിന്നെ അവനെ ബഹുമാനിക്കാനും ആദരിക്കാനും യാതൊരാളുണ്ടാവില്ല. ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നത് ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവനാകുന്നു എന്നാണ് സൂറത്ത് ഹജ്ജിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല തുടർ വചനത്തിൽ അള്ളാഹു ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത വ്യക്തികളെയും അള്ളാഹു അനാദരിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിക്കുകയും ചെയ്ത വ്യക്തികളെയും എടുത്തുദ്ധരിച്ചിട്ട് ചരിത്രം അനുസ്മരിപ്പിച്ച് ഈ വിഷയം ഒന്നുകൂടി വിശ്വാസികൾക്ക് ഉറക്കുവാൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് പഠിതാക്കൾക്ക് ഉറക്കുവാൻ അവതരിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. ഹാദാനി ഖസ്മാനി ഇഖ്തസമാ ഫീ റബ്ബിഹിം ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. ഹാദാനി ഖസ്മാൻ, രണ്ട് എതിർകക്ഷികൾ, ഇഖ്തസമു ഫി റബ്ബിഹിം, അവർ തങ്ങളുടെ റബ്ബിൻ്റെ വിഷയത്തിൽ എതിർകക്ഷികളായിട്ട് തർക്കത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അളന്ന് മുറിച്ച് നൽകുന്നതാണ്. വയുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ തലക്ക് മുകളിൽ ചുടുവെള്ളം ഒഴിക്കപ്പെടുന്നതാണ്. യുസ്ഹർ ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, ആ തിളച്ച വെള്ളം തലക്ക് മുകളിൽ ഒഴിക്കപ്പെടുമ്പോൾ അവരുടെ വയറ്റിലുള്ളതും അവരുടെ തൊലികളും അതിൽ ഉരുകിപ്പോകുന്നതാണ്. വലഹും മഖാമി വമിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ഡുകൾ അവർക്ക് ശിക്ഷയായി ഉണ്ട് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ ഉഈദു ഫീഹാ, ദുഃഖഭാരത്താലും വ്യതയാലും നരകത്തിൽ നിന്ന് പുറപ്പെടുവാൻ അവർ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഉഈദു ഫീഹാ, അവർ നരകത്തിലേക്ക് തന്നെ മടക്കപ്പെടുകയാണ്. ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിച്ച രണ്ട് വിഭാഗത്തിൽ അവിശ്വാസികളെക്കുറിച്ച് പറയുകയാണ്. ഈ ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുമ്പോൾ ബദർ യുദ്ധത്തിൽ, ദൊന്ന യുദ്ധത്തിൽ പങ്കെടുത്ത 6 പേരെക്കുറിച്ചാണ് ഈ വചനങ്ങൾ അവതീർണമാകുന്നത്. ബദർ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ ദൊന്ന യുദ്ധത്തിൽ പങ്കെടുത്തത് മുസ്ലിം പക്ഷത്ത് ഹംസത്തും അലിയും ഉബൈദത്തുമാണ്. അവിശ്വാസികളുടെ പക്ഷത്ത് ഉത്ബത്തും ഷൈബത്തും വലീദുമാണ്. ഹംസയും അലിയും ഉബൈദത്തും അവരാണ് ഒരു കക്ഷി. മറുകക്ഷി ഷൈബയും ഉത്ബയും വലീദുമാണ്. അവരെക്കുറിച്ചാണ് പറയുന്നത് ഹാദാനി ഖസ്മാൻ, ഈ രണ്ട് കക്ഷികൾ, എതിർ കക്ഷികൾ, അവരാണ് തങ്ങളുടെ റബ്ബിൻ്റെ വിഷയത്തിൽ തർക്കിച്ചത് എന്ന് പറയണം. അലി വലീദിനോട് ഏറ്റുമുട്ടി, ഹംസ ഷൈബയോട് ഏറ്റുമുട്ടി, ഉബൈദത്ത് ഇബ്നുൽ ഹാരിസ് ഉത്ബയോട് ഏറ്റുമുട്ടി. അലി വലീദിനെ ഞൊടിയിട കൊണ്ട് വധിച്ചു. ഹംസ ഷൈബത്തിനെ അപ്രകാരം തന്നെ വധിച്ചു. ഉബൈദത്തും ഉത്ബയും തമ്മിലുള്ള പോരാട്ടം തുടർന്നു. ഉബൈദത്ത് ഉത്ബയെ വെട്ടി, ഉത്ബ ഉബൈദത്തിൻ്റെ കാലിൽ വെട്ടി. മുശ്രിക്കുകൾ 3 ബദറിൻ്റെ മാറിൽ നിലംപരിശായി. അവർ നരകാഗ്നിയുടെ വിറകുകളായി. അവർക്കുള്ള ശിക്ഷയാണ് പിന്നീട് നമ്മൾ ഈ വചനത്തിൽ കേൾക്കുകയുണ്ടായത്. ഹംസ, അലി അവർ രക്ഷപ്പെട്ടു. ഉബൈദത്തിന് വെട്ടേറ്റു. പക്ഷേ ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു പിന്നീട് തിരുസവിധത്തിലേക്ക് കൊണ്ടുവരപ്പെടുകയുണ്ടായി. പിന്നീടാണ് ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു ബദറിൽ ഷഹീദായത്. ഇവിടെ റബ്ബിൻ്റെ വിഷയത്തിൽ തർക്കിച്ച അവിശ്വാസികളെക്കുറിച്ച് പറയുന്നത് ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ, അവിശ്വസിച്ചവർ, അവർക്ക് നരകത്തീയിൽ നിന്നുള്ള വസ്ത്രം, തീയിനാലുള്ള വസ്ത്രം
അളന്ന് മുറിച്ച് നൽകപ്പെടും എന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. വയുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, അവരുടെ തലക്ക് മുകളിൽ ചുടുവെള്ളം ഒഴിക്കപ്പെടും. ആ വെള്ളം തലക്ക് മുകളിൽ ഒഴിക്കപ്പെട്ടാൽ യസ്ഹറു മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറ്റിനകത്തിലുള്ളത് ഉരുകിപ്പോകും. വൽ ജുലൂദ്, തൊലികളും. മാത്രമല്ല അവർക്ക് ശിക്ഷാമുറകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് പറയുന്നത് വലഹും മഖാമിഉ മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ദണ്ടുകൾ അവർക്കുണ്ട്. പിന്നെയോ കുല്ലമാ അറാദു അൻ യഖ്റുജു മിൻഹാ മിൻ ഗമ്മിൻ, ദുഃഖഭാരത്താൽ വേദനയാൽ നരകത്തിയിൽ നിന്ന് പുറത്തു കടക്കുവാൻ അവർ ഭാവിക്കുമ്പോഴെല്ലാം ഉഈദു ഫീഹ, അവരെ നരകത്തിലേക്ക് തന്നെ മടക്കുകയും അവരോട് കത്തിക്കരിയുന്ന നരകത്തിൻ്റെ ശിക്ഷയെ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയപ്പെടുകയും മാനസികമായ പീഡ അവർക്ക് ഏൽപ്പിക്കുകയും ചെയ്യുമെന്നാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല വമൻ യുഹ്നില്ലാഹ് ഫമാ ലഹു മിൻ മുക്രിം, ആരെ അള്ളാഹു അപമാനിക്കുന്നുവോ അനാദരിക്കുന്നുവോ അവരെ ബഹുമാനിക്കാൻ ആരുമില്ല എന്ന വചനം പറഞ്ഞ് ഇന്നല്ലാഹ യഫ്അലു മാ യശാ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നു എന്ന് പ്രസ്താവിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഒരു ഉദാഹരണം തുടർന്ന് നൽകിയതാണ് നമ്മൾ വായിക്കേണ്ടത്. പൂർവികരിൽ അള്ളാഹുവിനാൽ മാനം കെട്ടവൻ, പിൽക്കാലക്കാരിൽ അള്ളാഹുവിനാൽ മാനം കെട്ടവൻ, ഒട്ടകത്തെ കൊന്നവൻ, അലിയിൻ്റെ ഘാതകൻ, അവരുടെ വിഷയത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവർക്ക് ഈ ദുനിയാവിൽ വിശിഷ്യ അലിയിൻ്റെ ഘാതകൻ, അവൻ ഇസ്ലാമിൻ്റെ മേൽക്കുപ്പായമിട്ട് മുസ്ലിം നാമധാരിയായി അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന പേരുള്ളവനായി മുസ്ലിമീങ്ങളിൽ ഒരാളായിട്ട് പരിലസിച്ചവനാണ്, ജീവിച്ചവനാണ്. പക്ഷേ അള്ളാഹു അപമാനിച്ചവന് ആദരവ് എവിടെ നിന്നാണ്? അള്ളാഹു കാക്കട്ടെ. നഊദു ബില്ലാഹ്. അവന് ബഹുമാനം ആര് വാങ്ങിക്കൊടുക്കാനും നേടിക്കൊടുക്കാനുമാണ്? അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാഹ്. വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ പലതും നമ്മൾ എടുത്ത് ഓതിയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വസ്തുതയുടെ, ഈ ഒരു വിഷയത്തിൻ്റെ ചരിത്രത്തിലെ സാമ്പിളുകൾ നമുക്ക് നന്നായി വായിക്കുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇസ്ലാമിനെ ഉപരിപ്ലവമായി പ്രഖ്യാപിച്ച് റസൂലിനോടും ഇസ്ലാമിനോടും കൊടിയ വൈര്യവും ശത്രുതയുമായി നടന്ന വ്യക്തികൾ മദീനയിലുണ്ടായിരുന്നു, കപടന്മാർ. ഇസ്തഗ്ഫിർ ലഹും ഔ ലാ തസ്തഗ്ഫിർ ലഹും ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ ഫലൻ യഗ്ഫിറല്ലാഹു ലഹും. പ്രവാചകരെ, നിങ്ങൾ അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടിയാൽ, ഔ ലാ തസ്തഗ്ഫിർ ലഹും, ഇനി ഞങ്ങൾ അവർക്ക് പാപമോചനത്തിന് വേണ്ടി തേടിയിട്ടില്ല എങ്കിൽ, നിങ്ങൾ തേടിയാലും തേടിയില്ലെങ്കിലും, ഇൻ തസ്തഗ്ഫിർ ലഹും 70 മറ, 70 തവണ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട്, അള്ളാഹുവേ അവരുടെ പാപം പൊറുക്കണമേ എന്ന് തേടിയാലും ഫലൻ യഗ്ഫിറല്ലാഹു ലഹും, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുക്കൂല. ദാലിക ബിഅന്നഹും കഫറു ബില്ലാഹ് വറസൂലിഹി, കാരണം അവർ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു. അപ്പം അള്ളാഹുവിൽ അവിശ്വസിച്ചതിനാൽ, റസൂലിൽ അവിശ്വസിച്ചതിനാൽ നിങ്ങൾ 70 തവണ അവർക്ക് വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ, പാപമോചന തേട്ടം നടത്തിയാലും അവർക്ക് പൊറുക്കൂല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ എന്ന കപടനെ കുറിച്ചാണ്. അവൻ്റെ കൂടെ കുറേ ആളുകൾ മദീനയിലുണ്ടായിരുന്നു, കപടന്മാർ. അബ്ദുല്ലാഹ് ഇബ്നു ഉബൈൻ്റെ വാലായിട്ട് കുറേ നടന്നിരുന്നു മദീനയിൽ. അവരുടെ വിഷയത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത്. ആ ആയത്തിൻ്റെ തേട്ടം എത്ര അപകടകരമാണ് എന്നുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സുലൂലിനറിയാം, അവൻ്റെ കൂടെയുള്ള കപടന്മാർക്കും അറിയാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഹൃദയത്തിന് പൂട്ടിട്ടു, അവരുടെ ഹൃദയത്തെ മൂടി, അവരുടെ കണ്ണുകൾ അന്ധമാക്കി, കാതുകളെ ബധിരമാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല അപമാനിച്ചവന് ആദരവ് എവിടെയാണ്? അതുകൊണ്ട് തന്നെ ഈ കപടന്മാർ അവിശ്വാസികളായിട്ടാണ് മരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൺമുമ്പിലാണ് അവർ ജീവിക്കുന്നത്. അവർ നരകാഗ്നിയിലെ അടിത്തട്ടിൽ ശിക്ഷ വാഗ്ദാനം ചെയ്യപ്പെടുകയാണ്.
ഇന്നൽ മുനാഫിഖീൻ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാകുന്നു കപടന്മാർ എന്നുള്ള മുന്നറിയിപ്പ്, താക്കീത് അതിഭീഷണമാം വിധം അവതീർണമാകുകയാണ്. എന്നിട്ടും അവർക്ക് ഹിദായത്ത് ഉണ്ടായില്ല, ഹിദായത്ത് അവരെ തേടിയെത്തിയതുമില്ല. അള്ളാഹു അപമാനിച്ചവന് ആദരവ് എവിടെയാണ്? അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ മരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ ആ വിവരം അറിയാണ്. അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂലിൻ്റെ മകൻ അബ്ദുള്ള, പാപ്പയും അബ്ദുള്ളയാണ്, മകനും അബ്ദുള്ളയാണ്. മകൻ്റെ പേര് അബ്ദുള്ള എന്നല്ല, പിന്നെയോ മകൻ്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിയിട്ടതാണ്. നിൻ്റെ പേര് അബ്ദുള്ളയാണ് എന്ന് റസൂലുള്ള മാറ്റിയിട്ടതാണ്. അങ്ങനെ മകൻ വന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയാൻ, റസൂലേ വാപ്പ മരണപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാർത്ത കേട്ടപ്പോൾ അബ്ദുള്ളയെ കാണുകയാണ്. അബ്ദുള്ള വിഷണ്ണനാണ്. വലിയ പ്രയാസം അബ്ദുള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം വാപ്പാൻ്റെ ഭാവി എന്ത് എന്നുള്ളത് അബ്ദുള്ള വിശുദ്ധ ഖുർആനിലൂടെ വായിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അബ്ദുള്ളക്ക് പ്രയാസമുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അബ്ദുള്ളയെ ആശ്വസിപ്പിക്കുവാനും മറ്റൊരു ലക്ഷ്യത്തിനും കൂടി റസൂലുള്ള തൻ്റെ ഖമീസ്, റസൂലുള്ള ധരിച്ചിരുന്ന ഖമീസ് ആ അബ്ദുള്ളയെ ഏൽപ്പിച്ച്, മകനെ ഏൽപ്പിച്ച് വാപ്പാൻ അതിൽ കഫൻ ചെയ്യാൻ പറയണം. ഈ ഖമീസിൽ കഫൻ ചെയ്യാൻ പറയണം. അങ്ങനെ അബ്ദുള്ള ആ ഖമീസായിട്ട് പോവുകയാണ്. റസൂലുള്ള ആ ഖമീസ് നൽകാൻ മറ്റൊരു കാരണം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ബദർ യുദ്ധത്തിൽ ബന്ദിയായി പിടിക്കപ്പെട്ടപ്പോൾ ബന്ദികളെ മദീനയിലേക്ക് കൊണ്ടുവന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന് വസ്ത്രം നേരാവിധം ഉണ്ടായില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിൽ വലിയ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം അബ്ബാസ് ബദറിലേക്ക് നിർബന്ധപൂർവ്വം കൊണ്ടുവരപ്പെട്ടതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ അനുനയത്തിൽ മക്കയിൽ വർത്തിച്ചിരുന്ന വ്യക്തിയാണ് അബ്ബാസ്. അതുകൊണ്ടാണ് ബദറിൽ അദ്ദേഹത്തെ കൊല്ലരുത് എന്ന് റസൂലുള്ള വസിയ്യത്ത് ചെയ്തത്. ഈ അബ്ബാസിന് മദീനയിലെത്തിയപ്പോൾ വസ്ത്രമല്ല. അപ്പോൾ അബ്ബാസിന് അന്നൊരു വസ്ത്രം നൽകി സഹായിച്ചത് ഈ കപടന്മാരുടെ നേതാവായ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനൊരു വഫാവ് കൂടിയാകാൻ തൻ്റെ ഖമീസ് കൊടുക്കുകയാണ്. ഏതായാലും അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ആ ഖമീസിൽ കഫൻ ചെയ്യപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ ജനാസ സംസ്കരിക്കുന്നതിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിച്ചു. സഹാബികൾ ഉമറിനെ പോലുള്ളവർ റസൂലുള്ളാഹിനെ പിടിച്ചു വലിക്കുമ്പോൾ സഹാബികൾ പറയുന്നത്, റസൂലെ ഈ മുനാഫിഖിനെ നിങ്ങൾ എങ്ങനെ നമസ്കരിക്കുന്നതാണ്? മദീനയിൽ കുറേ മുനാഫിഖീങ്ങളുണ്ട്. അവരുടെ പേര് വിവരങ്ങളും അഡ്രസ്സുകളും സഹാബത്തിന് അറിയില്ല. പക്ഷേ ഈ അബ്ദുള്ള എന്ന് പറയുന്ന കപടൻ യഥാർത്ഥ കപടനാണ്. അവൻ കപടവിശ്വാസികളുടെ നേതാവാണ്, എല്ലാവർക്കും അറിയുന്ന കപടനാണ്. അതുകൊണ്ട് തന്നെ ഉമറിനെ പോലുള്ളവർ പിടിച്ചു വലിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ അയാൾക്ക് നിസ്കരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ള പ്രതികരിക്കുകയാണ്, ഉമറെ, അല്ലാഹു സുബ്ഹാനഹു വ തആല 70 തവണ പ്രാർത്ഥിച്ചാലും സ്വീകരിക്കൂല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ 70-ലേറെ തവണ പ്രാർത്ഥിച്ചു നോക്കും, ഇസ്തിഗ്ഫാർ നടത്തും എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തി നമസ്കരിച്ചു. പക്ഷേ ഫമൻ യുഹ്നില്ലാ വമൻ യുഹ്നില്ലാ ഫമാ ലഹു മിൻ മുക്രീം, അള്ളാഹു അനാദരിച്ചവനെ ആദരിക്കുവാൻ ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും അള്ളാഹുവിൽ നിന്നുള്ള ആയത്ത് അവതീർണമായി. ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ വലാ തഖും അലാ ഖബ്രിഹി ഇന്നഹും കഫറു ബില്ലാഹി വറസൂലിഹി. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദൻ, കപടന്മാരിൽ നിന്ന് മരിച്ചവർക്ക് വേണ്ടി ഇനി നിങ്ങൾ നമസ്കരിക്കരുത്. വലാ തഖും അലാ ഖബ്രിഹി, അവരുടെ ഖബറിനരികിൽ നിൽക്കുകയും ചെയ്യരുത്. ഇന്നഹും, കാരണം അവർ കഫറു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ നമസ്കാരത്തെ തുടർന്ന് റസൂൽ അദ്ദേഹത്തിൻ്റെ ഖബറിനരികിൽ നിന്നതിനെ തുടർന്നാണ് ഈ ആയത്ത് അവതീർണമാകുന്നത്. അപ്പോൾ ആ മറമാടപ്പെട്ട വ്യക്തിയുടെ അവസ്ഥ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖമീസിലാണ് മറമാടപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാസ നമസ്കരിച്ചിട്ടുണ്ട്.
അദ്ദേഹത്തിന് വേണ്ടി പാപമോചനത്തിന് തേടിയിട്ടുണ്ട്. പക്ഷേ ഫമയ്യുഹ്നില്ല വമയ്യുഹ്നില്ല ഫമാലഹു മിൻ മുക്രിൻ. അള്ളാഹു അപമാനിച്ചവനെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനും ആരാണുള്ളത് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം, അതിൻ്റെ ഗൗരവം ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് വലിയ ഉത്ബോധനങ്ങളാണ്, ഉണർത്തലുകളാണ്. ഇത്തരം ആയത്തുകൾ നമ്മൾ പഠന വിധേയമാക്കുമ്പോൾ, നമ്മളുടെ പാരായണത്തിൽ കടന്നു പോകുമ്പോൾ. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇவ்விധം പല വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കഅബ് ഇബ്നുൽ അഷ്റഫ് ജൂതനാണ്. അവൻ തയ്യ് ഗോത്രക്കാരനാണ്. പക്ഷേ അവൻ്റെ മാതാവ് ബനു നദീർ ജൂതഗോത്രത്തിൻ്റെ മെമ്പറായത് കാരണത്താൽ കഅബ് ഇബ്നുൽ അഷ്റഫ് ജൂതരിൽ ഒരാളായിട്ടാണ് അറിയപ്പെട്ടത്. ഉമ്മയുടെ കുടുംബത്തിൽ വളർന്നതിനാൽ ആ നിലക്കാണ് പ്രസിദ്ധൻ. പക്ഷേ കഅബ് ഇബ്നുൽ അഷ്റഫിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറിയാം. ഭാവിയിൽ തങ്ങൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ്റെ ലക്ഷണമൊത്ത വ്യക്തിയാണ് മുഹമ്മദ് എന്നുള്ളത് അയാൾക്കറിയാം. ഈ കഅബ് ഇബ്നുൽ അഷ്റഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക പ്രബോധന കാലഘട്ടത്തിൽ മക്കക്കാരുമായി നടത്തിയ ഒരു സംഭാഷണം സഹീഹായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ സംഭാഷണം? മക്കക്കാർ കഅബ് ഇബ്നുൽ അഷ്റഫിനോട് പറയാണ്, കഅബ് മാ റഅയുക ഫി ഹാദ സുംബൂർ അൽ മുംബത്തിർ. സുംബൂർ എന്ന് പറഞ്ഞാൽ നിന്യൻ എന്നാണ് അർത്ഥം. മുംബത്തിർ എന്ന് പറഞ്ഞാൽ ഗുണം കെട്ടവൻ, വാലറ്റവൻ എന്നാണ് അർത്ഥം. ഈ ഗുണം കെട്ട നിന്യനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അയാളെക്കുറിച്ച് നിൻ്റെ അഭിപ്രായം എന്താണ്? അവനിപ്പോൾ ജൽപ്പിക്കുന്നത്, മുശ്രിക്കുകൾ പറയാണ്, ഞങ്ങളെക്കാൾ അവനാണ് ഉത്തമൻ എന്നാണ്. ഞങ്ങളാണ് ഇവിടെ അഹ്ലുൽ ഹജീജ്, അഹ്ലുൽ റിഫാദ വ അഹ്ലു സിഖായ, ഹാജിമാരെ സൽക്കരിക്കുന്നവർ, കഅബയെ പരിപാലിക്കുന്നവർ, അതേപോലെ തന്നെ ഹാജിമാരുടെ ചെലവുകളൊക്കെ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കുന്നവർ ഞങ്ങളാണ്. എന്നിരിക്കെ ഇപ്പോൾ മുഹമ്മദ് പറയുന്നു അവനാണ് ഉത്തമനെന്ന്. എന്താണ് കഅബ് നിൻ്റെ അഭിപ്രായം? കഅബിനെ പോലുള്ളവർക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. അവരുടെ മക്കളെ തങ്ങളുടെ മക്കളാണിത് എന്ന് നോക്കി പറയാൻ കഴിയും വിധം അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് അറിയാം, അത് സത്യപ്രവാചകനാണെന്ന്. എന്താ കഅബ് ഇബ്നുൽ അഷ്റഫ് പറഞ്ഞത്? കഅബ് ഇബ്നുൽ അഷ്റഫ് പറഞ്ഞത്, ബൽ അൻതും ഖൈറും മിൻ. മുഹമ്മദ് പറയുന്നത് ശരിയല്ല, നിങ്ങളാണ് മുഹമ്മദിനേക്കാൾ ഏറ്റവും ഉത്തമർ എന്ന് കഅബ് ഇബ്നുൽ അഷ്റഫ് പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തിലാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന ശാനിഅക, പ്രവാചകരെ നിങ്ങളെ നിന്ദിക്കുന്നവൻ, ഹുവൽ അബ്തർ, അവനാണ് ഗുണം കെട്ടവൻ, അവനാണ് വാലറ്റവൻ എന്ന അർത്ഥം വരുന്ന ആശയത്തേട്ടമുള്ള ആയത്തിനെ അവതരിപ്പിച്ചത്. നോക്കൂ നിങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് സത്യപ്രവാചകനാണെന്ന അറിവുള്ള ഒരു വ്യക്തി, വേദങ്ങൾ അറിയുന്ന, വേദവിഷയങ്ങൾ കേട്ടിട്ടുള്ള ഒരു വ്യക്തി, അയാളുടെ വിഷയത്തിലാണ് ഈ ആയത്ത് അവതീർണമാകുന്നത്. ഈ ആയത്ത് അവതീർണമായതിന് ശേഷവും കഅബ് ഇബ്നുൽ അഷ്റഫ് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് ഹിദായത്ത് ഉണ്ടായില്ല, അയാൾക്ക് ആദരവുണ്ടായില്ല. വമൻ യുഹ്നില്ലാ ഫമാ ലഹു മിൻ മുക്രിൻ. അള്ളാഹു അനാദരിച്ചവനെ ആദരിക്കുവാൻ ആരാണുള്ളത്? ബഹുമാനിക്കാൻ ആരാണുള്ളത്? വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്ന ഇതേപോലുള്ളതായ വചനങ്ങൾ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അബൂലഹബിൻ്റെ സംഭവത്തിൽ അതൊരു മഹാത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തി കാലഘട്ടം 13 വർഷം മക്കയിൽ. അതിൽ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധന കാലഘട്ടമാണ്. ആ 3 വർഷത്തിൻ്റെ തന്നെ അവസാന ഭാഗമാണ് പരസ്യ പ്രബോധനത്തിൻ്റെ തുടക്കം. അത് നബി കുടുംബത്തിൽ തുടങ്ങുകയാണ്. വഅൻദിർ അശീറതകൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് പരസ്യ പ്രബോധനത്തിൻ്റെ പ്രഥമഘട്ടം. ആ പ്രഥമഘട്ടത്തിൽ വഅൻദിർ അശീറതകൽ അഖ്റബീൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ, അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നുള്ള ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി കുടുംബത്തെ വിളിച്ച് സഫ മലയുടെ ചെരുവിലേക്കാണ് വിളിച്ചത്. നബി കുടുംബം
അവർ വന്നു നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഈ മലയുടെ ചെരുവിൽ ഒരു ഖൈൽ, കുതിരപ്പട നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ സത്യപ്പെടുത്തുകയില്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിന്നെ സത്യപ്പെടുത്തും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ ഞാൻ അന്ത്യനാളിന് മുന്നോടിയായിട്ട് നിങ്ങളിലേക്കൊരു നദീറായി, മുന്നറിയിപ്പുകാരനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താൻ നബിയായി നിയോഗിക്കപ്പെട്ട വിവരം അവരെ അറിയിച്ചു. അബൂലഹബ് ഇത് കേട്ട മാത്രയിൽ ഒരു കല്ലെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ പ്രയോഗിച്ചു. തബ്ബൻ ലക സായിറൽ യൗം അലിഹാദാ ജമഅതന, നിനക്ക് നാശം, ഇതിനു വേണ്ടിയാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് പറഞ്ഞ് ആ സഭ ഇളക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ആക്രോശിച്ചു, ആക്രമണത്തിൻ്റെ തുടക്കം കുറിച്ചു. ഈ അബൂലഹബ് അവൻ്റെ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിച്ചിരുന്ന ഈ അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന ഔറ എന്ന സ്ത്രീയെക്കുറിച്ചുമാണ് തബ്ബത്ത് സൂറത്ത് അവതീർണമാവുന്നത്. തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാറൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലുൻ മിൻ മസദ്. ഒരു സൂറത്ത് അവതീർണമാണ്. അബൂലഹബ് റസൂലുള്ളാഹിൻ്റെ പിതൃവ്യന്മാരിൽപ്പെട്ടവനാണ്, പിതൃ സഹോദരന്മാരിൽപ്പെട്ടവനാണ്. അബൂലഹബ് അയാളുടെ പേര് അബ്ദുൽ ഉസ്സയാണ്. അബൂലഹബ് എന്ന പേര് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ മുഖക്കാന്തി കാരണത്താലായിരുന്നു. മുഖം ഏറെ സുന്ദരമായിരുന്നു, തിളക്കമുള്ള മുഖക്കാന്തി. അത് കാരണത്താലാണ് അബൂലഹബ് എന്ന ഓമന പേര് വന്നത്. പക്ഷേ ഖുറൈശി ഗോത്രക്കാരൻ, ബനു ഹാഷിം കുടുംബക്കാരൻ, അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഒരുവൻ, ശാരീരിക കാന്തിയും സുമുഖതയുമുള്ള വ്യക്തി. പക്ഷേ വമൻ യുഹ്നില്ലാ ഫമാ ലഹു മിൻ മുക്രിം, അള്ളാഹു അപമാനം പറഞ്ഞവന് ബഹുമാനം നേടിക്കൊടുക്കുവാൻ ആരാണുള്ളത്? അബൂലഹബിൻ്റെ വിഷയത്തിൽ തബ്ബത്ത് സൂറത്ത് ഇറങ്ങിയത് നുബുവത്തിൻ്റെ 3-ാം വർഷത്തിൻ്റെ അവസാനത്തിലാണ്. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം അബൂലഹബ് ഈ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചു? അബൂലഹബ് പിന്നീടും വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ബദർ യുദ്ധം നടക്കുമ്പോഴാണ്, ബദർ യുദ്ധത്തെ തുടർന്നാണ് അബൂലഹബ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ബദർ യുദ്ധം ഹിജ്റയുടെ 2-ാം വർഷമാണ്, റമദാനിൽ, ഹിജ്റയുടെ 2-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ 3-ാം വർഷത്തിൽ ഈ സൂറത്ത് ഇറങ്ങുമ്പോൾ, അവസാനത്തിൽ ഇറങ്ങുമ്പോൾ, പിന്നെ നുബുവത്തിന് 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 13-ാം വർഷത്തിലാണ് ഹിജ്റ. അപ്പോൾ 10 കൊല്ലം. ഈ സൂറത്തിന് ശേഷം 10 കൊല്ലം. പിന്നെ ബദർ യുദ്ധം ഹിജ്റയുടെ 1, 2 റമദാനിൽ. അപ്പോൾ ഈ സൂറത്ത് ഇറങ്ങിയിട്ട് ഏകദേശം 15 വർഷം അബൂലഹബ് ഇവിടെ ഉണ്ടായിരുന്നു. ഈ 12 വർഷം, ഏകദേശം 12 വർഷം അബൂലഹബ് ഇവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സൂറത്ത് ഇറങ്ങിയ വൃത്താന്തം അബൂലഹബിനറിയാം. അതുകൊണ്ടാണ് അബൂലഹബിൻ്റെ പെണ്ണ് ഉമ്മു ജമീൽ ഒരു ഫിഹിറുമായി, കല്ലുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞു വരുമായിരുന്നു. എന്തിന്? മുഹമ്മദ് എൻ്റെ ഭർത്താവിനെ ചീത്ത വിളിക്കുന്നു എന്ന് പറഞ്ഞ് മുഹമ്മദിനെ എറിയാൻ വേണ്ടിയിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചീത്ത വിളിക്കണില്ല. പിന്നെയോ ഈ സൂറത്ത് അവൻ്റെ വിഷയത്തിൽ അവതീർണമായതാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. ഈ വചനം ഇറങ്ങിയത് അബൂലഹബിനറിയാം. ആ വചനങ്ങൾ തേടുന്നത് എന്ത്, അതിൻ്റെ ആശയവും അർത്ഥവും എന്ത് എന്നുള്ളത് അബൂലഹബിനറിയാം. കാരണം അവരുടെ ഭാഷയിലാണ്. അവർ സാഹിത്യം അറിയുന്നവരും സാഹിത്യത്തിൽ ഗ്രാഹ്യതയുള്ളവരുമാണ്. ഈ വചനങ്ങൾ തേടുന്നത് എന്ത്, അതിൻ്റെ ഗൗരവം ഉള്ളാൽ അറിയുന്ന ആളുകളാണ് അവർ. പക്ഷേ ഇതിൽ നിന്നൊരു രക്ഷയ്ക്ക് വേണ്ടി, ഈ അതിഭീഷണമാം വിധമുള്ള താക്കീതിൽ നിന്ന്, മുന്നറിയിപ്പിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഹിദായത്തിന് വേണ്ടി അബൂലഹബ് പരിശ്രമിച്ചില്ല. അബൂലഹബിന്
രക്ഷപ്പെടാനായില്ല. കാരണം വമൻ യുഹ്നില്ല ഫമാ ലഹു മിൻ മുക്രിം. ബദർ യുദ്ധം നടക്കുമ്പോൾ അബൂലഹബിൻ്റെ ദുര്യോഗം, ബദറിൽ അബൂലഹബ് പങ്കെടുത്തിട്ടില്ല. കാരണം അബൂലഹബിന് തികഞ്ഞ പേടിയും ഭീതിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂലഹബ് പോയില്ല. ഖുറൈശികൾ നിബന്ധന വെച്ചിരുന്നു, എല്ലാവരും പോരണം, ആർക്കെങ്കിലും പോരാൻ തടസ്സമുണ്ടെങ്കിൽ പകരം ആളെ വിടണം. അപ്പോൾ അബൂലഹബ് തൻ്റെ മൗലയെ വിട്ട്, അടിമയെ വിട്ട് അബൂലഹബ് മക്കയിൽ നിൽക്കുക ചെയ്തത്. അബൂലഹബിനെ പോലുള്ള ഖുറൈശി കിങ്കരന്മാരെല്ലാവരും ബദറിൽ നിലംപരിശായി വധിക്കപ്പെട്ടു. അബൂജഹലിനെ പോലുള്ള, ഉത്ബത്തിനെ പോലുള്ള, ഷെയ്ബയെ പോലുള്ള, വലീദിനെ പോലുള്ളവരൊക്കെ, ഉമയ്യെ പോലുള്ളവരൊക്കെ നിലംപരിശായി. അബൂലഹബ് അപ്പം മക്കയിലുണ്ട്, അവർ നിലംപരിശാകുമ്പോൾ. പക്ഷേ ബദറിലെ പരാജയ വാർത്ത ഹൈസുമാൻ എന്ന് പറയുന്ന വ്യക്തി മക്കയിലെത്തിക്കുകയാണ്. അത് ഭീതിജനകമാവിതാണ് ഹൈസുമാൻ എത്തിക്കുന്നത്. തൻ്റെ കുതിരപ്പുറത്ത് ബദറിൽ നിന്ന് മക്കയിലേക്ക് പാഞ്ഞെത്തിയ ഹൈസുമാൻ തൻ്റെ കുതിരയുടെ മൂക്ക് ചെത്തി അതിൽ നിന്ന് രക്തമൊലിപ്പിച്ച് ഒരു ഭീതിയുടെ രീതിയിലാണ് അതിനെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ അബൂലഹബ് സുരക്ഷിതനായിട്ട് കാബയുടെ പരിസരത്തിരിക്കുകയാണ്. ഉമ്മുൽ ഖൈർ അബൂലഹബിൻ്റെ പക്ഷത്തുണ്ട്. അബൂ റാഫിയ എന്ന മൗലയും അബൂലഹബിൻ്റെ പക്ഷത്തുണ്ട്, അടുത്തുണ്ട്. ഉമ്മുൽ ഖൈർ ഇസ്ലാം ഉൾക്കൊണ്ട മഹദിയാണ്. അബൂ റാഫിയും ഇസ്ലാം ഉൾക്കൊണ്ട് അത് മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്, മൗലയാണ്, അദ്ദേഹം അടിമയാണ്. അബൂലഹബ് ഹൈസുമാനോട് ചോദിക്കുകയാണ്, ബദറിൽ എന്ത് സംഭവിച്ചു? അപ്പോൾ ഹൈസുമാൻ ബദറിൽ മരണപ്പെട്ടവരെ എണ്ണാണ്. മാത്രമല്ല ഒരു വെളുത്ത പടയിറങ്ങുന്നതിനെക്കുറിച്ച് ഹൈസുമാൻ പറയാണ്. ആ വെളുത്ത പട എന്ന് കേട്ടപ്പോൾ അബൂ റാഫി ആനന്ദത്തിൽ തുള്ളിച്ചാടി പറഞ്ഞു, അത് മലക്കുകൾ ഇറങ്ങിയതാണ്. ഇത് അബൂലഹബിന് തീരെ ദഹിച്ചില്ല. അബൂലഹബ് അബൂ റാഫിനെ അടിച്ചു. ആ അടിച്ചത് കണ്ടപ്പോൾ ഉമ്മുൽ ഖൈർ അവർക്ക് സഹിക്കാനായില്ല. അവർ അവിടെ കിടന്നിരുന്ന ഒരു കല്ലെടുത്ത് അബൂലഹബിൻ്റെ തലക്കടിച്ച് അബൂലഹബിൻ്റെ തല പിളർന്നു. ഉമ്മുൽ ഖൈർ പറഞ്ഞു, സയ്യിദ് യജമാനെന്ന സ്ഥലത്തില്ലാത്തതിനാൽ നീ ഈ അബൂ റാഫിയെ ആക്രമിക്കുകയാണോ എന്ന് ചോദിച്ചാണ് ഉമ്മുൽ ഖൈർ അബൂലഹബിനെ അടിച്ചത്. ഒരു പെണ്ണിൻ്റെ അടിയേറ്റ് അബൂലഹബ് വേവത് പൂണ്ട് ആ അടിയിൽ പ്രയാസപ്പെട്ട് പിന്നെ നടക്കുകയാണ്. അവസാനം അബൂലഹബ് ഒരിടത്ത് വീണു. പ്രയാസപ്പെട്ടുള്ള ആ നടത്തത്തിൽ തൻ്റെ വീട്ടിൽ നിന്ന് പോലും അബൂലഹബ് ഇറങ്ങി ഓടുകയാണ്. അങ്ങനെ ഒരിടത്ത് വീണ് ആരും തിരിഞ്ഞു നോക്കാനില്ല. ബദറിൽ നിന്ന് രക്ഷപ്പെട്ടെത്തിയവർ, അവർക്ക് ബദറിൽ നിന്ന് എത്തിയതിന് ശേഷം വിലാപമാണ്, കഷ്ടനഷ്ടതകൾ വിളിച്ചോതലാണ്. തങ്ങളുടെ നേതാക്കന്മാരും പിതാക്കന്മാരും സഹോദരന്മാരും ഒക്കെ ബദറിൽ കൊല്ലപ്പെട്ടതിൻ്റെ വേദന പറഞ്ഞവർ മാറത്തടിക്കുന്ന തിരക്കിൽ ബദറിൽ പങ്കെടുക്കാത്ത അബൂലഹബിനെ നോക്കാൻ അവർക്കിവിടെ നേരം. അതുകൊണ്ട് തന്നെ നിന്ദ്യനായി അപമാനിതനായിട്ടാണ് അബൂലഹബ് ആരോരും തിരിഞ്ഞു നോക്കാതെയാണ് മക്കയിൽ കഥ കഴിയുന്നത്. നോക്കൂ നിങ്ങൾ അപമാനം. ഒരു ഖുറൈശി ബനു ഹാഷിമിലെ മെമ്പർ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളിൽ ഒരു മകൻ, ശാരീരിക കാന്തിയും സൗന്ദര്യവുമുള്ള ഒരു വ്യക്തിത്വം. പക്ഷേ വമൻ യുഹ്നില്ലാ ഫമാ ലഹു മിൻ മുക്രിം, അള്ളാഹു അനാദരിച്ചവനെ ബഹുമാനിക്കാൻ ആരാണുള്ളത് എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യം, അതിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് സഹോദരന്മാരെ നമ്മൾ ഇത്തരം വചനങ്ങളിൽ വായിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ എത്രയെത്ര സംഭവങ്ങൾ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിൽ പറഞ്ഞു, അഫറഅയ്തല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലൻ വവലദ അത്തലഅൽ ഗൈബ അം ഇത്തഖദ ഇൻദർ റഹ്മാനി അഹദ കല്ലാ സനക്തുബു മാ യഖൂലു വയഅതീനാ ഫർദ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്ന വചനങ്ങൾ ആരുടെ വിഷയത്തിലാണ് അവതീർണമാകുന്നത്? അത് അവതീർണമാകുന്നത് അൽ ആസ് ഇബ്നു വായിലിൻ്റെ വിഷയത്തിലാണ്. അൽ ആസ് ഇബ്നു വായിൽ അസ്സഹമിയുടെ വിഷയത്തിലാണ് ആ വചനം ഇറങ്ങുന്നത്. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് സഹാബിയാണ്. ഈ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് അൽ ആസ് ഇബ്നു വായിലിൻ്റെ വീട്ടിൽ ജോലി ചെയ്തിരുന്നു. അതിന് കൂലി കൊടുക്കാൻ ശേഷിക്കുന്നുണ്ട്. ആ കൂലി യജമാനല്ല, ഖബ്ബാബ് ഇബ്നുൽ അറത്ത് ബനു അൻമാറിൻ്റെ മൗലയാണ്. പക്ഷേ ജോലി എടുത്തതിന് അതിൻ്റെ കൂലി അൽ ആസ് ഇബ്നു വായിൽ എന്ന് പറയുന്ന ഖുറൈശിയുടെ കയ്യിൽ ശേഷിക്കുന്നുണ്ട്.
ഖബ്ബാബ് ബിനുൽ അറത്ത് ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിൽ പിന്നെ ഖബ്ബാബ് ബിനുൽ അറത്ത് അൽ ആസി ഇബ്നു വാഇൽ അസ്സഹ്മിയെ സമീപിച്ച് എൻ്റെ കൂലി തരണം എന്ന് പറയുന്നുണ്ട്. ഈ സമയം ഖബ്ബാബ് മൗലയാണ്, അടിമയാണ്. പോരാത്തതിന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അപ്പം പിന്നെ ഇനി കൂലി കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത്, കൊടുത്താലെന്ത്, ചോദിക്കാൻ ആര്? അൽ ആസ് ഇബ്നുൽ വാഇൽ പറഞ്ഞു, നീ മുഹമ്മദിൽ അവിശ്വസിച്ചു എന്ന് പറയുന്നത് വരെ നിന്റെ കൂലി ഞാൻ തരൂല. ആ സന്ദർഭത്തിൽ ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു തആല അൻഹു അൽ ആസ് ഇബ്നു വാഇൽ അസ്സഹ്മിയോട് പറഞ്ഞു, അൽ ആസ്, നീ മരിച്ച് നീ ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ഞാൻ മുഹമ്മദിൽ അവിശ്വസിക്കൂല. അൽ ആസ് ഇബ്നു വായിലും കൂട്ടരും ഏറെ നിഷേധിക്കുന്ന ഒരു സംഗതിയാണ് മരിച്ചതിന് ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പ്. അവർ അത് കളിയാക്കുന്നവരും കളവാക്കുന്നവരുമാണ്. മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുക. അവിശ്വാസികൾ, മക്കയിൽ ബഹുദൈവ വിശ്വാസികൾ ഏറ്റവും കൂടുതൽ കളിയാക്കിയിരുന്ന ഒരാദർശമാണ് പുനർജന്മം, ഉയർത്തെഴുന്നേൽപ്പ്. അന്ത്യനാളിൽ വിചാരണയുടെ വേദിയിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അവർ അതിനെ കളിയാക്കുമായിരുന്നു. വിശിഷ്യ അൽ ആസി ഇബ്നു വാഇൽ അസ്സഹ്മി, ഈ ദുഷ്ടനാണ് അബ്തഹിൽ നിന്ന്, മക്കയിൽ ഒരിടത്ത് നിന്ന് ഒരെല്ലെടുത്ത്, ജീർണിച്ച എല്ല്, അത് പൊടിച്ച് ആ പൊടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ എന്ന് ഊതി പാറ്റി, മുഹമ്മദ് നിന്റെ പടച്ചോൻ ഈ ധൂളികളെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണോ നീ ജൽപ്പിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും, അള്ളാഹു നിന്നെ മരിപ്പിക്കും, എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കും, എന്നിട്ട് നിന്നെ നരകത്തിലേക്ക് കൂട്ടും എന്ന് അൽ ആസി ഇബ്നു വായിലിൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യാസീൻ്റെ ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവൻ്റെ വിഷയത്തിലാണ് ആയത്തുകൾ അവതരിപ്പിക്കുന്നത്. വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇൽമാമ വഹിയ റമീം ഖുൽ യുഹ്യിഹ അല്ലദീ അൻശഅഹാ അവ്വല മറ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇറങ്ങുന്നത് ഈ അൽ ആസ് ഇബ്നു വാഇൽ സഹ്മിയുടെ വിഷയത്തിലാണ്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫൈദാ ഹുവ ഖസീമുൻ മുബീൻ വദറബ ലനാ മസലൻ വനസിയ ഖൽഖഹു ഖാല മൻ യുഹ്യിൽ ഇൽമാമ വഹിയ റമീം. സൂറത്ത് യാസീൻ്റെ ഒടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇവൻ ഇങ്ങനെ ഊതി പറപ്പിച്ച് ഈ എല്ലിൻ്റെ പൊടിയും നുരുമ്പും റസൂലുള്ളാഹിനെ നേരെ പറപ്പിച്ച് പരിഹസിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, നിന്നെ മരിപ്പിച്ചിട്ട് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും, എന്നിട്ട് നിന്നെ അള്ളാഹു നരകത്തിലേക്ക് കൂട്ടും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. സൂറത്ത് യാസീൻ്റെ അവസാനത്തിലെ വചനങ്ങൾ അവൻ്റെ വിഷയത്തിൽ അവതീർണമായി. ഈ അൽ ആസ് ഇബ്നു വായിലാണ്. അവനോടാണ് ഖബ്ബാബ് ബിനുൽ അറത്ത് പറയുന്നത്, മുഹമ്മദിനെ അവിശ്വസിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിന്നെ മരിപ്പിച്ച് അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ മുഹമ്മദിൽ ഞാൻ അവിശ്വസിക്കൂലാന്ന്. അപ്പം എങ്ങനെ ഉണ്ടാകും ആ കുത്ത് അൽ ആസ് ഇബ്നു വായിലിന്? അപ്പം അൽ ആസ് ഇബ്നു വായിൽ പറഞ്ഞു, എങ്കിൽ എന്നെ അള്ളാഹു മരിപ്പിച്ച് എന്നെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന അന്ന് എനിക്ക് സന്താനങ്ങളുണ്ടാകും, സമ്പത്തുണ്ടാകും, നിൻ്റെ കൂലി അവിടെ വെച്ച് ചോദിച്ചോ, അന്ന് ഞാൻ കൂലി തരണ്ട് എന്ന് ഖബ്ബാബ് ബിനുൽ അറത്തിനോട് അൽ ആസ് ഇബ്നു വാഇൽ അസ്സഹ്മി പ്രതികരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആശാകാശങ്ങൾക്കുപരിയിൽ നിന്ന് ഇവൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തിറക്കിയത്. അഫറഅയ്തല്ലദീ കഫറ ബിആയാതിന, നമ്മുടെ വചനങ്ങളെ അവിശ്വസിച്ച വ്യക്തിയെ നീ കണ്ടില്ലേ? അൽ ആസിനെ ഉദ്ദേശിച്ചാണ് ആയത്ത്. വഖാല ലഊതയന്ന മാലൻ വവലദ, അവൻ പറയാണ് എനിക്ക് സ്വത്ത് കിട്ടും, സ്വത്ത് നൽകപ്പെടും, സന്തതികളും നൽകപ്പെടും. എവിടെ? മരണപ്പിറ്റേന്ന്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, അത്തലഅൽ ഗൈബ് അം ഇത്തഖദ ഇൻദർ റഹ്മാനി അഹദ, അദൃശ്യത്തിലേക്ക് അവൻ എത്തി നോക്കിയോ? അവൻ അദൃശ്യം അറിഞ്ഞോ അവിടെ എനിക്ക് സ്വത്തുണ്ട്, സന്തതി ഉണ്ട് എന്നുള്ളത്? അതല്ല, അള്ളാഹുമായിട്ട് അവന് വല്ല ഉടമ്പടിയും ചെയ്തിട്ടുണ്ടോ? പടച്ചവൻ അവന് സമ്പത്ത് നൽകും, സന്തതികൾ നൽകും എന്ന വിഷയത്തിൽ? കല്ലാ സനക്തുബു മാ യഖൂൽ, അവൻ പറയുന്നത് നാം രേഖപ്പെടുത്തുന്നുണ്ട്. വയതീന ഫർദ, അവൻ നമ്മുടെ അടുക്കലേക്ക് വരുന്നത് ഒറ്റക്കായിരിക്കുമെന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഭീഷണമാം വിധം അവൻ്റെ വിഷയത്തിലാണ് ഈ ആയത്തുകളെ അവതരിപ്പിക്കുന്നത്. ഈ ആയത്തിറങ്ങിയിട്ട് അവൻ്റെ വിഷയത്തിൽ എത്ര വർഷം അവൻ ജീവിച്ചു? അവൻ നന്നായില്ല, ഹിദായത്ത് അവനിൽ അരുളപ്പെട്ടില്ല. വമൻ യുഹ്നില്ലാഹ് ഫമാ ലഹു മിൻ മുക്രീം,
അള്ളാഹു മാനം കെടുത്തിയവനെ ബഹുമാനിക്കാനും ആദരിക്കുവാനും ആരാണുള്ളത് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യം ഇവിടങ്ങളിൽ നമുക്ക് അതിൻ്റെ ചരിത്ര സാക്ഷ്യങ്ങളാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഇതേപോലെ എത്രയെത്ര സംഭവങ്ങൾ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് അള്ളാഹു പറയുകയാണ്, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലാക്കാൻ നിങ്ങൾക്കാവൂല. വലാകിന്ന അല്ലാഹ യഹ്ദീ മൻ യശാ. എന്നാൽ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്തേകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വിശുദ്ധ ഖുർആനിൽ. ആരുടെ വിഷയത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്? ആരുടെ വിഷയത്തിലാണ്? അബൂ താലിബിൻ്റെ വിഷയത്തിലാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് നീണ്ട 42 വർഷം ജീവിതം കഴിച്ചു കൂട്ടിയ വ്യക്തിയാണ്. 42 വർഷം. ആ 42 വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാവും പകലും അറിയുന്നവനാണ് അബൂ താലിബ്. അബൂ താലിബ് റസൂലുള്ളാഹിൻ്റെ പിതൃവ്യനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം 6 വർഷം ആമിന ബിന്തു വഹബിനും അതേപോലെ തന്നെ ഉമ്മു ഐമൻ എന്ന ബറക്കക്കുമായിരുന്നു. ആമിന ബിന്തു വഹബ് മരണപ്പെട്ടതിൽ പിന്നെ അബ്ദുൽ മുത്തലിബ് പ്രവാചകൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. 8ാമത്തെ വയസ്സ് മുതൽ റസൂലുള്ളാഹിൻ്റെ സംരക്ഷണ ചുമതല അബൂ താലിബിനായിരുന്നു. ഈ അബൂ താലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാല്യത്തിൽ, യൗവനത്തിൽ, പൗരുഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് വിശിഷ്യ ബാല്യത്തിലും യൗവനത്തിൻ്റെ തുടക്കത്തിലും ഏറെ ഹൃദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിരക്ഷിച്ച അബൂ താലിബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ചില അത്ഭുത വിശേഷങ്ങൾ ബാല്യത്തിലും യൗവനത്തിലും ഉണ്ടായത് അബൂ താലിബിനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം കൊണ്ടുവന്നു, നുബുവത്ത് ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തുമ്പോൾ അബൂ താലിബിന് അറിയാമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സത്യമാണ്, തിരുനബിയുടെ നിയോഗം സത്യമാണ്. അതുകൊണ്ടാണ് അബൂ താലിബ് തന്നെയും പറഞ്ഞത്, വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന. അല്ലാഹുവാണേ സത്യം, മുഹമ്മദ് കൊണ്ടുവന്ന ദീനുകളിൽ മതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ മതമാണ് എന്നുള്ളത് എനിക്കറിയാം. ഫലൗലൽ മലാമതു ഔ ഹദാരി മസബ്ബത്തിൻ ലവജത്തനി സംഹം ബിദാക മുബീന. ആക്ഷേപവും അതേപോലെ കുത്തുവാക്കും അത് ഞാൻ ഭയന്നില്ലായിരുന്നുവെങ്കിൽ ലവജത്തനി സംഹം ബിദാക മുബീന, ദീനിന് കീഴൊതുങ്ങുന്നവനായിട്ട് എന്നെ കണ്ടെത്താമായിരുന്നു എന്ന് അബൂ താലിബ് പറഞ്ഞത്. ഈ അബൂ താലിബ് അയാളുടെ അവസ്ഥ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുമ്പോൾ അലിയാർ വരികയാണ്. അലിയാർ ആരാ? അബൂ താലിബിൻ്റെ മകനാണ്. അലി ഇബ്നു അബീ താലിബാണ്. അബൂ താലിബിൻ്റെ മകനാണ് അലി. അലി വരികയാണ്. അബൂ താലിബിൻ്റെ മരണവേളയിൽ റസൂലുള്ളാഹി ഉണ്ട് അവിടെ. അബൂ ജഹലും ഉമയ്യും ഒക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ പറയുമ്പോൾ അവർ വിലക്കുകയാണ്. അബൂ താലിബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിസമ്മതിക്കുകയാണ്. യാ അം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമതൻ ഉഹാജു ലക ബിഹാ ഇൻദല്ലാഹ്. പിതൃവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, ഒരു കലിമത്ത് അത് പറഞ്ഞാൽ മതി, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സംസാരിക്കും. അപ്പം അബൂ ജഹലും കൂട്ടരും അപ്പുറത്തുനിന്ന് അതർഹബ് അമില്ലത്തി അബ്ദുൽ മുത്തലിബ്. അബൂ താലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ നിന്ന് നിങ്ങൾ വിരക്തനാവുകയോ വിമുഖനാവുകയോ? അവസാനം ഏതാനും നിശ്വാസങ്ങൾ ശേഷിക്കുമ്പോൾ അബൂ താലിബ് പറയുകയാണ്, ബൽ ഫി മില്ലത്തി അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മില്ലത്തിൽ എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ അബൂ താലിബ് മരിക്കുകയാണ്. നിറകണ്ണുകളാൽ തിരുനബി അവിടെ നിന്നിറങ്ങി. പിന്നീട് ഉപ്പയുടെ മരണം, അബൂ താലിബിൻ്റെ മരണം അലി വന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി പറയാണ്, വാപ്പാനെ കൊണ്ടുപോയിട്ട് മൂടാൻ പറയാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസും കൂട്ടരും ചോദിക്കുകയാണ്, പിൽക്കാലത്ത് അബൂ താലിബ് നിങ്ങളെ ഓമനിച്ചില്ലേ, നിങ്ങളെ സഹായിച്ചില്ലേ, സംരക്ഷിച്ചില്ലേ, അത് അബൂ താലിബിന് ഉപകാരപ്പെടുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അബൂ താലിബ് നരകത്തിൻ്റെ ആഴിയിലായിരുന്നു,
ആഴിയിലാണ് ശിക്ഷിക്കപ്പെട്ടിരുന്നത്. അബൂ താലിബ് നരകത്തിൻ്റെ ആഴിയിലാണ് ശിക്ഷിക്കപ്പെട്ടിരുന്നത്. ആ അബൂ താലിബിന് വേണ്ടി ഞാൻ ശുപാർശ പറഞ്ഞപ്പോൾ അബൂ താലിബിനെ നരകത്തിൻ്റെ മീതയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. ശുപാർശ സ്വീകരിക്കപ്പെട്ടു, നരകത്തിൻ്റെ മീതയിലേക്ക് കൊണ്ടുവരപ്പെട്ടു. നരകത്തിൻ്റെ മീതയാണ് അബൂ താലിബ് ഉള്ളതെങ്കിലും അയാളുടെ തലച്ചോർ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അബൂ താലിബ് നരകാഗ്നിയിൽ ഇவ்விധം ശിക്ഷിക്കപ്പെടുന്നവനാണ്. എന്തുകൊണ്ട്? വമൻ യുഹ്നില്ലാഹ് ഫമാ ലഹു മിൻ മുക്രിം. അള്ളാഹു അപമാനിച്ചവൻ, അവനെ ആദരിക്കാൻ ആരാണുള്ളത്? ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലാൻ്റെ ആദരവുകൾ നമുക്ക് കൈമോശം വന്നു പോകുന്ന അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹ്ക്ക് ഒരാളോടും ഒരു കുടുംബ ബന്ധമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് ഒരാളോടും ഒരു പ്രത്യേക അടുപ്പല്ല. നമ്മളുടെ നിഷ്കളങ്കതയും നമ്മുടെ തഖ്വയും അതാണ് കരണീയമായിട്ടുള്ളത്. നമ്മളുടെ സത്യസന്ധത ഉള്ളാൽ നമ്മളുടെ ഭക്തിയും അള്ളാഹുവിനോടുള്ള നമ്മുടെ സാമീപ്യവും. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും. അള്ളാഹുവിങ്കൽ നിങ്ങളിൽ അത്യാദരണീയൻ നിങ്ങളിൽ ഏറ്റവും തഖ്വയുള്ളവനാണ്. ആരാണ് അള്ളാഹുവിനെ കൂടുതൽ പേടിച്ച് ജീവിക്കുന്നത് അവനാണ് അള്ളാഹുവിൻ്റെ ആദരവിന് പാത്രീഭൂതരാവുക. അള്ളാഹു വിലക്കിയിടത്ത് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ചിടത്ത് നമ്മൾ അപ്രത്യക്ഷമാകാനും പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അരുളിയതിൽ അകമഴിഞ്ഞ് നമ്മളുടെ സാന്നിധ്യം ഉണ്ടാകണം. അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടകന്ന് സൂക്ഷ്മതയുടെ ഒരു ജീവിതം അത് നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ കാഴ്ചവെക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപരിയിൽ നിന്ന് നിരീക്ഷിക്കുന്നവനാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിരീക്ഷകനാണ്. ആ നിരീക്ഷണത്തിൽ നമ്മളുടെ രാവും പകലും അത് അള്ളാഹുവിന് പ്രീതിപ്പെടും വിധമായിരിക്കണം. നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് അത് തഖ്വയുടെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കണം. പടച്ചോനെ ഭയന്നുകൊണ്ടുള്ളതായ കർമ്മങ്ങളായിരിക്കണം. അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ആദരവ്. അത് ആത്മാർത്ഥതയുള്ളവരാണ് എങ്കിൽ അതാണ് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമാകുക. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിൽ നമ്മളുടെ നോട്ടം പിഴച്ചത്, നമ്മളുടെ കേൾവിയും അതേപോലെ തന്നെ നമ്മുടെ ചെയ്തികളും നിയ്യത്തുകളും പിഴച്ചതാണ് എങ്കിൽ അവരിലേക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള അപമാനം ശിക്ഷയായി ഭവിക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്തിയാർന്ന ജീവിതം, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം, പടച്ചോനെ ഭയന്നുകൊണ്ടുള്ള നമ്മുടെ പരസ്യ ജീവിതം അത് നമ്മൾ യഥാവിധം കൊണ്ടുപോകുന്നുവെങ്കിൽ അതാണ് അള്ളാഹുവിനുള്ള ആദരവിന് കരണീയമായിട്ടുള്ള ചെയ്തി, കുറ്റമറ്റ പ്രവർത്തനം. അത് നമ്മൾ യഥാവിധമാക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എല്ലാ വസീയത്തുകളും തഖ്വയെ കൊണ്ടുള്ള വസീയത്തുകളാണ്. പൂർവികരുടെ വസീയത്ത് തഖ്വ കൊണ്ടാണ്. പിൽക്കാലക്കാരുടെ വസീയത്ത് തഖ്വ കൊണ്ടാണ്. നബിമാരെല്ലാവരും അലാ തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി ജീവിക്കുന്നില്ലേ എന്ന് വസീയത്ത് ഓതിയിട്ടുണ്ട്. കാരണം ആ ജീവിതമാണ് അള്ളാഹുവിൽ നിന്നുള്ള ആദരവിന് ബഹുമാനത്തിന് കാരണമായിട്ടുള്ളത്, നിദാനമായിട്ടുള്ളത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ കഥകൾ ഓതിയാൽ ഇതുപോലെ ധാരാളം വചനങ്ങൾ അതടങ്ങിയതായ കുറേ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഞാൻ ഈ വരികൾ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഏറെ ഗൗരവത്തിൽ മനസ്സിൽ കോർത്തിടുവാൻ ഒരു വിഷയം ഏതാനും ചരിത്രങ്ങളുടെ വെളിച്ചത്തിൽ ഇവിടെ ഉണർത്തിയെന്ന് മാത്രം. അതെന്നോടുള്ള ഏറ്റവും ഗൗരവപ്പെട്ട ഉത്ബോധനമാണ്, വസീയത്താണ്.
നിങ്ങളിലേക്ക് കൂടി അത് സമർപ്പിച്ചു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖേക്ക് റബ്ബ് നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ റബ്ബിൻ്റെ ജന്നത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കുവാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ വേദി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ വദമ്മിർ അഅദാക അഅദാഅൽ മില്ലത്തി വദ്ദീൻ വഹ്ഫദില്ലാഹുമ്മ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നൻ റഖാഅൻ സഖാഅൻ വസായിറ ദിയാരിൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.